ഞാൻ എന്തെഴുതി എന്നതിന് ഞാൻ ഉത്തരവാദിയാണ്. മറ്റുള്ളവർ അതെങ്ങനെ വായിച്ചു എന്നതിന് ഞാൻ ഉത്തരവാദിയല്ല. കാരണം ഓരോ മനുഷ്യരും ഓരോ എഴുത്തും വായിക്കുന്നത് അവരുടെ ചുറ്റുപാടുകളെ അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങളെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. ഹായ് എവരി വൺ, ഞാൻ നസീഫ് കലേത്ത്, ഖദീജ പുസ്തകത്തിൻ്റെ ഓതറാണ്. ആൻഡ് ഞാനൊരു പ്രൊഫഷണൽ കോണ്ടൻറ് ക്രിയേറ്റർ കൂടിയാണ്. നമുക്കൊരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം എന്നെനിക്ക് തോന്നുന്നു. ഒരിക്കൽ പ്രശസ്തനായിട്ടുള്ളൊരു എഴുത്തുകാരൻ തൻ്റെ അവസാനത്തെ പുസ്തകം എഴുതുന്നതായിട്ട് അറിയിച്ചു. ഇന്നോളം അയാൾ എഴുതിയ എല്ലാ പുസ്തകങ്ങളും ലോകപ്രശസ്തമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പുസ്തകം എന്ന ടാഗ്ലൈൻ വന്നതോടുകൂടി ഈ പുസ്തകത്തിന് മാർക്കറ്റിൽ ഭയങ്കരമായിട്ടുള്ള ഡിമാൻഡ് കൂടി. എന്നാൽ അദ്ദേഹത്തിൻ്റെ മറ്റു കഥകളിൽ നിന്ന് ഈ പുസ്തകത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എഴുതുന്ന പുസ്തകമായിരുന്നു. അദ്ദേഹത്തിൻ്റെ 10ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ അമ്മ മരിക്കുന്നത്. അച്ഛനില്ലാത്ത അദ്ദേഹം അതിനുശേഷം ഒരുപാട് നാടുകൾ സന്ദർശിച്ചു, ഒരുപാട് ആളുകളെ കണ്ടു, ഒരുപാട് ജോലികൾ ചെയ്തു. അങ്ങനെ അവസാനം അദ്ദേഹം ഒരു എഴുത്തുകാരനായി. അദ്ദേഹം ഈ ഒരു പുസ്തകം തൻ്റെ അമ്മയുടെ വാത്സല്യവും തൻ്റെ അമ്മയുടെ സ്നേഹവും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതുന്ന ഈ ഒരു പുസ്തകം അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ എത്ര നേടിയിട്ടും ഞാൻ ഇന്നും നിന്നിൽ തന്നെയാണല്ലോ. എൻ്റെ സ്വർഗം നീ ഉള്ളതിലും എൻ്റെ നരകം നീ ഇല്ലായ്മയിലുമാണല്ലോ. ഇനിയും ഒരു 100 ജന്മം നിന്നോടൊപ്പം ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെ ഒരു ഫെബ്രുവരി 14-നാണ് ഈ പുസ്തകം റിലീസ് ചെയ്യപ്പെടുന്നത്. അങ്ങ് അമേരിക്കക്കാരനായിട്ടുള്ള ഒരാൾ തൻ്റെ കാമുകിക്ക് വേണ്ടിയിട്ട് ഈ പുസ്തകം പ്രീ ഓർഡർ ചെയ്യാണ്. പ്രീ ഓർഡർ ചെയ്ത എല്ലാവർക്കും ഫെബ്രുവരി 14 തന്നെ ഈ പുസ്തകം കയ്യിൽ കിട്ടും. അദ്ദേഹം ഈ ഒരു പുസ്തകം വായിക്കുന്നത് തൻ്റെ കാമുകിയോട് തൻ്റെ പ്രണയം പറയാനും തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാനും വേണ്ടിയിട്ടാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഫെബ്രുവരി 14 ഈ പുസ്തകം കയ്യിൽ കിട്ടുകയാണ്. അദ്ദേഹം തിടുക്കപ്പെട്ട് ഇതിൻ്റെ പേജുകൾ ഇങ്ങനെ മറച്ചുകൊണ്ടേയിരുന്നു, തൻ്റെ പ്രണയം പറയാൻ പറ്റിയ വരികളുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവസാനം അദ്ദേഹം എത്തിപ്പെടുന്നത് അതിൻ്റെ അവസാനത്തെ പേജിലെ അവസാനത്തെ ഈ വരികളിലാണ്. ആ എഴുത്തുകാരൻ തൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ആ വരികളിൽ അദ്ദേഹം ഒരു ചുവന്ന മാർക്കെടുത്ത് അതിലിങ്ങനെ വരച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് അതിമനോഹരമായിട്ട് അതിനെ പൊതിഞ്ഞിട്ട് തൻ്റെ കാമുകിയുടെ അടുത്തേക്ക് ഓടി. അവർ ആ സ്ത്രീക്ക് അത് നൽകി. അവരത് മനോഹരമായിട്ട് പൊളിച്ച് വളരെ സൂക്ഷ്മതയോടുകൂടി മറിച്ചു നോക്കി. അങ്ങനെ അവസാനത്തെ പേജിൽ അവർ ആ ചുവന്ന മാർക്ക് എഴുതപ്പെട്ട ആ വരികൾ കണ്ടു. എന്താണ് ആ വരികൾ? ഞാൻ എത്ര നേടിയിട്ടും ഞാൻ ഇന്നും നിന്നിൽ തന്നെയാണല്ലോ. എൻ്റെ സ്വർഗം നീ ഉള്ളതിലും എൻ്റെ നരകം നീ ഇല്ലായ്മയിലുമാണല്ലോ. ഇനിയും ഒരു 100 ജന്മം നിന്നോടൊപ്പം ആയിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. ഒരേ വരി, ഒരേ വികാരം, സ്നേഹം. പക്ഷേ 2 തരം സ്നേഹമാണ്. ഒന്ന് ഒരു മകൻ അമ്മയോടുള്ള സ്നേഹം, രണ്ട് പ്രണയിക്കുന്ന മനുഷ്യന്മാർക്കിടയിലുള്ള സ്നേഹം. ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ വരിയിലേക്ക് എത്തുന്നത്. ഞാൻ എന്തെഴുതി എന്നതിന് ഞാൻ ഉത്തരവാദിയാണ്. മറ്റുള്ളവർ അതെങ്ങനെ വായിച്ചു, എങ്ങനെ ഉൾക്കൊണ്ടു എന്നതിന് ഞാൻ ഉത്തരവാദിയല്ല. എഴുത്ത് എന്ന് പറയുന്നത് എപ്പോഴും മനുഷ്യൻ്റെ ഇമോഷൻസിനെ കണക്ട് ചെയ്യുന്നൊരു മാജിക്കാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു വരി പറയാം. അത്രയേറെ പ്രിയപ്പെട്ട മനുഷ്യർക്ക് മാത്രമേ നമ്മളെ അത്രമേൽ വേദനിപ്പിക്കാൻ സാധിക്കൂ. അത്രയേറെ പ്രിയപ്പെട്ട മനുഷ്യർക്ക് മാത്രമേ നമ്മളെയും അത്രമേൽ വേദനിപ്പിക്കാൻ സാധിക്കൂ. എന്നെങ്കിലും ഒരു ദിവസം പ്രിയപ്പെട്ട ഒരു മനുഷ്യനാൽ വേദനിച്ച, എന്നാൽ ഇന്ന് ആ വേദന ഇല്ലാത്ത ഏതൊരു മനുഷ്യനും ഈ ഒരു വരി വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ അന്ന് ആ നടന്ന ആ ഒരു സാഹചര്യത്തെ, ആ ഒരു വേദനയുടെ ചെറിയ നീറ്റിലിനെയെങ്കിലും മനസ്സിൽ ഓർമ്മിച്ചിട്ടുണ്ടാവും. ഇതാണ് മാജിക് ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഇമോഷൻസിനെ തൊട്ടുണർത്താൻ കെൽപ്പുള്ള ഒന്നാണ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. റൈറ്റിങ്സിന് നമ്മുടെ ജീവിതമായിട്ട് ഭയങ്കര ഒരു കണക്ഷനുണ്ട്. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കെ അടുത്ത വളവിൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയാത്ത ഒന്നിൻ്റെ പേരാണ് ജീവിതം. അതുപോലെ തന്നെയാണ് റൈറ്റിങ്സും. ഒരേ ഗതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കഥയെ, ഒരു സന്ദർഭത്തെ അടുത്ത വരിയിലോ അടുത്ത പാരഗ്രാഫിലോ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഗതി മാറ്റാം. ഭയങ്കര ഫീൽ ഗുഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കഥയെ അടുത്ത വരിയിൽ എന്താക്കാം, ഭയങ്കര സാഡാക്കാം. ഭയങ്കര സങ്കടത്തോട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കഥയെ അടുത്ത വരിയിൽ ഫീൽ ഗുഡാക്കി മാറ്റാനും പറ്റും.
അത് ആർട്ട് ഓഫ് റൈറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. മനുഷ്യൻ്റെ ചിന്തയെ പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന ഒന്നാണ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് എൻ്റെ കുറച്ച് അനുഭവങ്ങളിലേക്ക് പോകാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനൊരു റൈറ്റർ ആകുമെന്നുള്ളത്. ഞാനൊരു ഓഥർ ആകുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. കാരണം അതിന് പറ്റിയ ക്വാളിറ്റിയോ കഴിവോ ഒരു ഉൾശക്തിയോ ഒന്നും എനിക്കുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. അതിനും ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ ചെറുപ്പം തൊട്ടേ വായിക്കാറുണ്ടായിരുന്നില്ല, ചെറുപ്പത്തിൽ ഒരുപാട് എഴുതാറുണ്ടായിരുന്നില്ല, ഞാൻ എഴുത്തു മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ടായിരുന്നില്ല. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എന്തിന്? 10ാം ക്ലാസ്സിൽ എനിക്ക് A+ പോയൊരു വിഷയം മലയാളമാണ്. എൻ്റെ ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് അറബിക്കായിരുന്നു. സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടുള്ള മലയാളമാണ് പോയത്. സ്കൂളിലെ എല്ലാ കുട്ടികളും A+ വാങ്ങുന്ന വിഷയം. ഞാനാണ് പിന്നീടൊരു പുസ്തകം എഴുതുന്നത്. ഞാനൊരു കോളേജിൽ ഞാനൊരു ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റും ആയിരുന്നില്ല. പക്ഷേ ഞാനൊരു പുസ്തകം എഴുതി, അത് 1,00,000-ലേറെ കോപ്പികൾ വിറ്റഴിഞ്ഞു. ഇന്ത്യയിൽ ഒരിക്കൽ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ പുസ്തകങ്ങളുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചു. ആൻഡ് അതൊരു ബെസ്റ്റ് സെല്ലറായി. ആൻഡ് അത് ട്രെൻഡിങ് സെറ്ററായി. ഞാൻ 2019 എൻ്റെ ഒരു കൗതുകത്തിന് തുടങ്ങിയ ഒരു ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് ഞാൻ എൻ്റെ എഴുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിരന്തരം ഞാൻ പോസ്റ്റ് ചെയ്യുമായിരുന്നു. ഞാൻ നിരന്തരം ഓരോരോ ചെറിയ ചെറിയ എഴുത്തുകൾ പോസ്റ്റ് ചെയ്യുമായിരുന്നു. പതിയെ പതിയെ അത് ആളുകൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. അങ്ങനെ പതിയെ എന്നെ അറിയാത്ത ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങി. പിന്നീട് എന്നെ അറിയുന്ന ആളുകൾ എന്നെ അറിഞ്ഞു തുടങ്ങി. നസീഫ്, ഈ എന്ത് പൈങ്കിളിയാണ് എഴുതുന്നത് എന്ന് ചോദിച്ച മനുഷ്യന്മാരുണ്ട്. എഴുത്തല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ അറിയോ എന്ന് ചോദിച്ച മനുഷ്യന്മാരുണ്ട്. 4 ആൾ കൂടിയിരിക്കുമ്പോൾ നമ്മളിന്ന് സംസാരിച്ചത് നാളെ നസീഫിൻ്റെ ഒരു കോട്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് തമാശിച്ചവരുണ്ട്. ഒരു കാര്യം കൂടി പറയാം. ഞാനൊരിക്കൽ ബിഗ് സീറോ ആണെന്ന് പറഞ്ഞ ഒരു മാനേജർ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു മാസത്തിൻ്റെ അവസാനത്തിൻ്റെ പകുതി എത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് ഡൗട്ട് എനിക്ക് ആ ഒരു ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നസീഫ്, യു ആർ എ ബിഗ് സീറോ, യു ആർ എ ബിഗ് സീറോ. ഞാൻ ആ സമയത്ത് തന്നെ അത് ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കൊടുത്തു. പിന്നീട് അദ്ദേഹം പുസ്തകമൊക്കെ ഇറങ്ങിയതിന് ശേഷം എന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നസീഫ്, ഞാൻ നിൻ്റെ പുസ്തകം കണ്ടിരുന്നു, ഞാൻ മോളിൽ വെച്ച് നിൻ്റെ പുസ്തകം കണ്ടിരുന്നു. എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ നിൻ്റെ പുസ്തകത്തെക്കുറിച്ച് ഭയങ്കര അഭിപ്രായമാണ്. എനിക്ക് പരിചയമുള്ള ഒരാളാണെന്ന് പറഞ്ഞു. നമ്മൾ പുതിയതായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളെ സംശയിക്കുന്നു എന്നുള്ളത് ഇറ്റ്സ് നോർമൽ. ഇന്ന് ഞാൻ പോയിട്ട് ഒരു പുസ്തകം എടുത്തിട്ട് എഴുതാനിരുന്നു കഴിഞ്ഞാൽ ഒരാളും എന്നോട് പറയില്ല നസീഫെ എഴുതണ്ട. ഒരാളും ഞാനൊരു സീറോ ആണെന്ന് വിചാരിക്കില്ല. കാരണം അവരത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് ഈ എഴുത്ത് എന്ന് പറയുന്ന പരിപാടി നിർത്തിക്കളയാം എന്ന് എനിക്ക് തോന്നുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. നമുക്കെപ്പോഴും ഈ റൈറ്റേഴ്സിനും ക്രിയേറ്റീവായിട്ടുള്ള ആളുകൾക്ക് ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ സമയത്ത് നമുക്കിതൊക്കെ ഒന്ന് ഇട്ടെറിഞ്ഞ് പോകാം എന്ന് തോന്നുന്ന സിറ്റുവേഷൻസ് വരും. അങ്ങനെ നിന്ന സമയത്ത് എന്നെ പിടിച്ചു നിർത്തിയതും മുമ്പ് എന്നെ വിമർശിച്ച ഈ മനുഷ്യന്മാർ തന്നെയാണ്. ഞാൻ എപ്പോഴും വിശ്വസിക്കാറുള്ളത് എന്നെ മിനുക്കിയെടുത്തത് എനിക്ക് ചുറ്റുമുള്ള മനുഷ്യന്മാരാണെന്നുള്ള. ഞാനും എൻ്റെ ഫ്രണ്ടും ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ പൊതുവേ ചായ കുടിക്കുമ്പോൾ ബിസിനസ് പ്ലാനുകളൊക്കെ പറയാറുണ്ട്, ഫുഡ് കഴിക്കുമ്പോൾ ബിസിനസ് പ്ലാനുകൾ പറയാറുണ്ട്. ഇത് എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞൊരു കാര്യമായിരുന്നു, എടാ എനിക്കൊരു പുസ്തകം എഴുതണം, എനിക്കൊരു പുസ്തകം എഴുതിയാൽ കൊള്ളാമെന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അവനാണെങ്കിൽ സൂപ്പർമാൻ കണക്കായിരുന്നു മോട്ടിവേഷൻ. യെസ്, നീ ചെയ്യും. കാരണം എൻ്റെ അടുത്ത് അന്ന് 60,000 ആളുകളുള്ള ഫോളോവേഴ്സുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അതിൽ നിന്ന് 1000 പേരെങ്കിലും എൻ്റെ പുസ്തകം വായിക്കൂല എന്നുള്ള തോട്ടായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ എപ്പോഴത്തെയും പോലെ ഞങ്ങൾ ആ ചർച്ച അവിടെ അവസാനിപ്പിച്ചു. കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ DC-യിൽ നിന്ന് അതിൻ്റെ സബ് എഡിറ്ററായിട്ടുള്ള ഒരാൾ എനിക്ക് മെസ്സേജ് അയക്കുകയുണ്ടായി, നസീഫ് പുസ്തകം എഴുതിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എഴുതാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിലോ ഞങ്ങളത് പബ്ലിഷ് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട്. ഞാൻ മുമ്പ് എഴുതിയ എഴുത്തുകൾ കണ്ടിട്ടാണ്. എൻ്റെ വിജയങ്ങളെ 2 രീതിയിൽ ആളുകൾ കാണാൻ പറ്റും. ഒന്ന്, ഞാനൊരു ലക്കി പേഴ്സൺ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ ഇത് ആഗ്രഹിച്ചപ്പോൾ തന്നെ എനിക്കൊരു ചാൻസ് കിട്ടി, ഒരു ഓഫർ കിട്ടി. ഞാനൊരു ലക്കി പേഴ്സൺ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതല്ല എന്നുണ്ടെങ്കിൽ 2019 ഞാൻ എഴുത്ത് തുടങ്ങിയിട്ട് 2025 എനിക്കൊരു പുസ്തകം എഴുതാനുള്ള ഓഫർ വന്നത്. അതുവരെ ഞാൻ ആ എഴുത്ത് എന്നുള്ള പ്രോസസ്സ് നിരന്തരം ചെയ്തുകൊണ്ടിരുന്നു. ഞാനത് നിരന്തരം മിനുക്കിക്കൊണ്ട് വന്നിരുന്നു. ആ ഒരു പ്രോസസ്സിന് കിട്ടിയ അല്ലെങ്കിൽ ഞാൻ അതിലിട്ട എഫേർട്ടിന് കിട്ടിയ എൻ്റെ റിസൾട്ടാണ് എന്ന് വേണമെങ്കിൽ കാണാം.
ഞാൻ രണ്ടും കോയിൻസിഡൻ്റലി രണ്ടും ഒരുമിച്ച് സംഭവിച്ചതാണെന്ന് വിശ്വസിക്കുന്ന മനുഷ്യനാണ്. ഒരേ സമയം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഞാൻ എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും, അതേസമയം എൻ്റെ ഉള്ളിൽ ഒരു ഭാഗ്യം സംഭവിച്ചിട്ടുണ്ടാവും. കാരണം ഏതൊരു സ്റ്റാർട്ടർക്കും കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു എൻട്രിയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു പുസ്തകം എഴുതുന്നതിൽ. ലൈഫ് ഈസ് ഫുൾ ഓഫ് സർപ്രൈസസ് ആൻഡ് മിറാക്കിൾസ് എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഒരു സിനിമ ഡയലോഗുണ്ട്. എൻ്റെ ലൈഫിൽ ആ ഓഫർ വന്നതായിരുന്നു പടച്ചവൻ്റെ അടുത്ത് നിന്നുള്ള ആദ്യത്തെ സർപ്രൈസ് എന്ന് പറയുന്നത്. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അത്രയും മിറാക്കിൾസ് ആയിരുന്നു. ഞാനെപ്പോഴും എൻ്റെ ജീവിതം പിന്നോട്ട് നോക്കുന്ന സമയത്ത് ആരൊക്കെയോ സ്വപ്നം കണ്ട ഒരു ജീവിതം ജീവിക്കുന്ന മനുഷ്യനാണ് എന്ന് ഞാൻ വിശ്വസിക്കാറുണ്ട്. ഒരു പക്ഷേ അങ്ങനത്തെ എന്നെ പാകപ്പെടുത്തിയത് ദൈവമാകാം, എനിക്ക് ചുറ്റുമുള്ള മനുഷ്യന്മാരാകാം, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള ഞാൻ തന്നെ ആവാം. ഇതിലേതും ആകാം. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, നമുക്ക് നമ്മളിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിനെ 0.01% നമുക്ക് മിനിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാലം കഴിയുമ്പോൾ അതിൽ നമ്മളൊരു പെർഫെക്റ്റ് പേഴ്സൺ അല്ലെങ്കിൽ എപ്പോഴും ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള പേഴ്സണായിട്ട് മാറും. ഞാൻ എൻ്റെ പുസ്തകത്തിൽ, ഖദീജ എന്ന് പറയുന്ന എൻ്റെ പുസ്തകത്തിൽ അതുകൊണ്ട് തന്നെ ഒരു വരി എഴുതുന്നുണ്ട്. ഒരു എഴുത്തുകാരനും ഒരു ചിത്രകാരനും ഒറ്റ ദിവസം കൊണ്ട് പിറക്കുന്നില്ല, നിരന്തരം മിനുക്കൽ കൊണ്ടാണ് ഓരോ എഴുത്തുകാരനും ഓരോ ചിത്രകാരനും പിറക്കുന്നത്. നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഒരു കാര്യത്തെ 0.01% എപ്പോഴും ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഒരു ചെറിയ സീക്രറ്റ്, ഞാൻ എൻ്റെ എഴുത്തുകളിൽ എൻ്റെ വായനക്കാരിലേക്ക് എനിക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്ന ചെറിയൊരു സീക്രറ്റ് കൂടി നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. ആ സീക്രറ്റ് ഇതാണ്: നിങ്ങളെന്താണോ അത് തന്നെയാണ് ഞാനും. നിങ്ങളെന്താണോ അത് തന്നെയാണ് ഞാനും. വി ആർ ദ ഹ്യൂമൻസ് വിത്ത് സെയിം ഇമോഷൻസ് ബട്ട് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. താങ്ക് യു.